ഹലോ, എൻ്റെ വീട്ടിലെ വിഷുവിന്റെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. 13-ാം തീയതി വന്നിട്ടുണ്ട്. ഇത് 14-ാം തീയതി രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ കുറേ നേരം ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു 6:30 6:45 ആകുമ്പോഴത്തേക്ക് ഉറക്കം ഞെട്ടി. അപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്ന്. അപ്പം നമുക്ക് നമ്മുടെ ദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പം ഞാൻ വേഗം ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ വേഗം പിള്ളേരെ ഇരുത്തിയിട്ട് ചായ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സാൻവിക്ക് ഒരു മുറിവൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീണതാണ്, 2 സ്റ്റിച്ച് ഉണ്ട്. അപ്പോൾ ഓക്ക് മെല്ലെയാണ് ഫുഡ് കഴിക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഓക്കും കൊടുത്ത്. അപ്പോൾ അവർക്കും ഞാനും ഒരുമിച്ചാണെന്ന് തോന്നുന്നു ഫുഡ് കഴിച്ചത്. എനിക്ക് ഓർമ്മയില്ല, ഞാൻ ആദ്യം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും കഴിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ പറയും കുട്ടിക്ക് കൊടുക്കാണ്ട് നീ തിന്നാണോ എന്നുള്ളത്. അപ്പം ഞാൻ കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ പിന്നെ അടുത്ത പരിപാടി അടിച്ചു വാരുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ ചില്ലറ പരിപാടികൾ മാത്രമേ, അതായത് പണികൾ മാത്രമേ ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ എടുക്കാറുള്ളൂ. അടുക്കളയുടെ ഭാഗത്തേക്ക് ഞാൻ പോകാറില്ല. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മടിയോട് മടി വരുന്നൊരു സാധനമുണ്ട്. കാരണം കുളിക്കാൻ പോലും മടിയായിരിക്കും. പക്ഷേ മാക്കൂലാവുമ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഞാൻ ഫ്രഷ് ആയിട്ട് നല്ലൊരു റൂട്ടീനിൽ കാര്യങ്ങളിൽ പോവും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ചടപടി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് തെറ്റിപ്പോവും. രാവിലെ എണീക്കത്തുമില്ല, കുളിക്കലും ഇല്ല, അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ ഞാനൊന്ന് അകൊക്കെ ഒന്ന് എല്ലാം മുട്ടിയൊക്കെ വിരിച്ചു വെച്ച്, ഇത് നമ്മൾ കിടന്ന റൂമാണ്. നമ്മൾ ചെല്ലുന്നത് വരെ അവിടെ നല്ല വൃത്തിയായിരിക്കും. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ വീട് തകിടം മറിയുമെന്ന് പറയൂലേ, അതുപോലെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓരോരോ റൂമുകളായിട്ട് അടിച്ചടിച്ച് വാരുകയാണ്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, എത്ര അടിച്ചു വാരി കഴിഞ്ഞാലും പൊടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒന്നാമത് റോഡ് സൈഡാണ് വീട്, മാക്കൂലും റോഡ് സൈഡാണ് വീട്. പക്ഷെ അങ്ങനെ അങ്ങോട്ട് പൊടി വരില്ല കേട്ടോ. ഇവിടെ എന്താണെന്ന് അറിഞ്ഞൂടാ, എപ്പം നോക്കിയാലും പൊടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പോഴത്തേയും ബിഹൈൻഡ് ദി സീൻ എന്ന് പറയുന്നത്. കാരണം ഈ കുട്ടി ഏതെങ്കിലും മട്ടത്താണ് എപ്പോഴും ഉണ്ടാവാറ്. അപ്പോൾ ഒരു കണ്ണ്, അല്ലെങ്കിൽ എൻ്റെ 2 കണ്ണുകൾക്ക് പകരം ബേക്കിലും കൂടെ 2 കണ്ണുകൾ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് വസുവിന്റെ കാര്യത്തിൽ. കാരണം അമ്മാതിരി കുരുത്തക്കേടാണ് എൻ്റെ കുട്ടിക്ക്. അപ്പോൾ ഇതിനിടയിൽ ക്യാമറ വഴി എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും, അതിന് കുറപ്പാണ്. കാരണം എവിടെയും കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ റൂമൊക്കെ ആയിട്ട് അടിച്ചടിച്ച് വാരി പോവുകയാണ്. മടി കാരണം തലയിൽ ഞാൻ ഇത്തിരി എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. കാരണം എണ്ണ പുരട്ടിയത് കൊണ്ട് എന്തായാലും കുളിക്കണമല്ലോ, അതുകൊണ്ട് കുളിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അടിച്ചു വാരിയിട്ട് കുളിക്കാന്നുള്ള ധാരണയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാം അടിച്ചു വാരി തുടച്ചു കൊടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു തുടക്കണ്ട, ഞാൻ വൈകുന്നേരം തുടച്ചതാണ്, ഇനി നിങ്ങളൊക്കെ പോയിട്ട് തുടച്ചിട്ട് വൃത്തിയാക്കാന്നുള്ളത്. കാരണം അമ്മക്കറിയാം ഞങ്ങളുള്ളപ്പോൾ ഇത് എന്തായാലും വൃത്തിയാവൂല എന്നുള്ളത്. സാൻവി ആണെങ്കിൽ ഇന്നലെ എന്തൊരു ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഓരോരോ കഷ്ണങ്ങളായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ പിള്ളേർ രണ്ടാളെയും എന്തോ കൊച്ചു ടി വി എങ്ങാൻ വെച്ചിട്ട് അവർ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണി ഓരോന്നോരോന്ന് തീർത്ത് അതിനിടയിൽ നമ്മളുടെ ഷോക്കേസ് ഒക്കെ ഒന്ന് നോക്കി. ഇതിൽ നമ്മളുടെ പഴയ ഒരുപാട് ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ഇവിടുത്തെ വലിയ കുട്ടിയും ചെറിയ കുട്ടിയും കൂടെ പടക്കം പൊട്ടിക്കുന്നത് കണ്ടത്. പിന്നെ അവരുടെ അടുത്ത് പോയിരുന്നേ രക്ഷയുള്ളൂ. കാരണം വസുവിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കണ്ണുകൾ വേണ്ട സമയമാണ്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത്. സാൻവിനെ കുളിപ്പിച്ചില്ല, ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കൊടുത്ത് അവളോട് നല്ല വൃത്തിയായിട്ടിരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അടുക്കളയിലേക്കൊന്ന് എത്തിനോട്ടം നടത്തിയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ അങ്ങോട്ടേക്ക് ഞാൻ കടക്കാറേ ഇല്ല. പക്ഷെ എനിക്ക് പണി കിട്ടി. കുറച്ച് പയറെടുത്തിട്ട് മുറിച്ചിടാൻ പറഞ്ഞു. പക്ഷെ ഞാനത് മുറിച്ചില്ല. ഞാൻ ഈ ആദ്യം കാണുന്ന മുറിയേ ഉണ്ടായിരുന്നല്ലോ. പിന്നെ എനിക്കൊരു ഫോൺ വന്നിട്ട് ഞാൻ ഏതോ വഴിക്ക് പോയി. പിന്നെ ഞാൻ വന്ന് നോക്കുമ്പോൾ എൻ്റെ അച്ഛനാണിത് മുറിച്ചിടുന്ന കണ്ടത്. അപ്പോഴും ഞാൻ ആ പരിസരത്ത് പോയില്ല, ഞാൻ വേഗം ഓടിക്കളഞ്ഞു. അങ്ങനെ സാൻവി അതിനിടയിൽ കോലുമുട്ടായി ഞാൻ തിന്നുന്നുണ്ട്. ഏത് സമയവും മുട്ടായി തീറ്റി തന്നെ. അപ്പൊ ഞാൻ കുറച്ച് പയറെടുത്തിട്ട് മുറിച്ചിട്ട് കൊടുത്തു. ഫുള്ളായിട്ട് മുറിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് മുറിച്ചിടുമ്പോഴത്തേക്കും ഞാൻ വേറൊരു ലോകത്തേക്കായി പോയി. അങ്ങനെ എൻ്റെ അമ്മ കഷ്ടപ്പെട്ട് ഇതാ കുറേ വിഭവങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് സാദാ ചോറാണ്. സാദാ ചോറ്, മീൻകറി, ചിക്കൻ, പച്ചക്കറി, പൊരിച്ചത്, അങ്ങനെയൊക്കെയുള്ളൊരു സാധാരണ ചോറ്. എന്താണ് ഇതിന് സാദാ ചോറ് എന്ന പേര് വന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ സദ്യ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും. കാരണം വടക്കൻ കേരളത്തിലെ സദ്യ എന്ന് പറയുന്നത് ഇതാണല്ലോ. സാമ്പാർ ഉണ്ടെങ്കിലും സൈഡിൽ ഒരു പൊരിച്ച മീൻ ഉണ്ടാവും. പക്ഷേ തെക്കൻ അങ്ങോട്ട് അങ്ങനെയെല്ലാം തോന്നല്ലേ. കറക്റ്റ് തന്നെയല്ലേ ഞാൻ പറഞ്ഞ സൈഡ്, എന്തെങ്കിലും ആട്ടെ അല്ലേ. അപ്പൊ ഇത് അമ്മ ചോറ് ഓരോരോ പാത്രത്തിലാക്കുകയാണ്. അപ്പൊ നമുക്ക് ഇന്ന് അച്ചുവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ലാലോടിന്റെ മാമന്റെ മോളാണ് അച്ചു. അപ്പൊ അതിനുശേഷം അച്ഛൻ ബാക്കിയുള്ള പടകങ്ങൾ പൊട്ടിക്കുകയാണ്. എന്താ സന്തോഷം. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ യാത്രയും പറഞ്ഞ് നമ്മൾ തിരിച്ചിങ്ങ് പോന്നു. അപ്പൊ ശരി.